സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത് മറ്റൊരു വാർത്തയാണ്. കൊച്ചി ക്യൂൻസ് വാക്ക് വേയിൽ യുവാക്കൾ തമ്മിൽ ഏറ്റുമുട്ടൽ. പുതുവായ്പ് ബീച്ച് പരിസരത്തുണ്ടായ സംഘർഷത്തിന്റെ തുടർച്ചയായിട്ടായിരുന്നു ഏറ്റുമുട്ടൽ. വഴിക്ക് തടസ്സം നിന്നതുമായി ബന്ധപ്പെട്ട തർക്കം ആക്രമണത്തിൽ കലാശിക്കുകയായിരുന്നു. ഒരു സംഘത്തിന്റെ കാർ അടിച്ചു തകർത്തു. പരിക്കേറ്റ ഒരാൾ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വ്യാഴാഴ്ച രാത്രിയായിരുന്നു സംഭവം. നവമീത് ദിനേശ് ചേരുന്നു കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി. നവമീത്, എങ്ങനെയാണ് ഈ വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടാകുന്നത്? സംഘർഷത്തിൽ കൂടുതൽ പേർക്ക് പരിക്കേറ്റിരുന്നോ? പോലീസ് കേസെടുത്തോ? ടോം, ഇന്നലെ രാത്രി പുതുവൈപ്പ് ബീച്ചിൽ തുടങ്ങിയ ഒരു വാക്ക് തർക്കമാണ്. അതായത് വഴി തടഞ്ഞതുമായി ബന്ധപ്പെട്ട ഒരു സംഘം യുവാക്കളെ കാറ് മുന്നോട്ട് പോകുവാൻ മറ്റേ സംഘം അനുവദിച്ചില്ല എന്ന് പറഞ്ഞ് തുടങ്ങിയ തർക്കമാണ് പിന്നീട് വലിയൊരു സംഘർഷത്തിലേക്ക് കലാശിച്ചത്. യുവാക്കൾ വാഹനം എടുത്തുകൊണ്ട് പിന്നീട് ക്യൂൻസ് വാക്ക് വേയിലേക്ക് വന്നു. ആ സമയം മറ്റ് യുവാക്കൾ അവരെ പിന്തുടർന്ന് വരികയും ക്യൂൻസ് വാക്ക് വേയിൽ വെച്ച് വീണ്ടും വാക്കുതർക്കം രൂക്ഷമാകുകയും ചെയ്തു. ഇതിനൊടുവിലാണ് നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ യുവാക്കളുടെ കാറ് മറ്റ് സംഘത്തിലെത്തിയ ആളുകൾ അടിച്ചു തകർക്കുകയും പിന്നീട് ഇവർ തമ്മിൽ വലിയൊരു സംഘർഷം ഉണ്ടാകുകയും ചെയ്തത്. എന്തായാലും എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം തോടുകൂടി യുവാക്കളുടെ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. യുവാക്കളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. അത് എത്ര പേരുണ്ട്, അവരുടെ കൂടുതൽ വിവരങ്ങൾ, ഇവർക്ക് മറ്റ് ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ എന്നും അടക്കമുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ചു വരികയാണ്. അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ ഉടൻ തന്നെ കൂടുതൽ വിശദാംശങ്ങൾ അറിയിക്കാമെന്നാണ് പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ ഈ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അതിൽ ഒരു യുവാവ് ആശുപത്രിയിലാണ്. ഈ പരിക്കേറ്റ ഒരു യുവാവ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും യുവാക്കൾ ലഹരി തന്നെയാണോ ഇത്തരത്തിലൊരു പ്രകോപനപരമായിട്ടുള്ള ഒരു സംഘർഷത്തിലേക്ക് അല്ലെങ്കിൽ വാഹനമൊക്കെ അടിച്ചു തകർക്കുന്ന ഒരു നിലയിലേക്ക് എത്തിയതെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ഒപ്പം യുവാക്കൾക്ക് മറ്റ് ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ എന്ന് കൂടി വ്യക്തമായിട്ടില്ല. 4-5 പേരാണ് ഈ സംഘത്തിൽ ഉണ്ടായിരുന്നതെന്നാണ് നമുക്ക് ഇപ്പോൾ പ്രാഥമികമായി കിട്ടുന്ന വിവരം. ആ ദൃശ്യങ്ങൾ തന്നെ കാണാം. കയ്യിൽ കരുതിയിരുന്ന ആയുധങ്ങളൊക്കെ ഉപയോഗിച്ച് കയ്യും കൊണ്ടൊക്കെ തന്നെയാണ് ഈ വാഹനം അടിച്ചു തകർക്കുന്നത്. എന്താണ് ഈ ഒരു വാക്കുതർക്കം മാത്രമാണോ ഇത്രയും വലിയൊരു സംഘർഷത്തിലേക്ക് കലാശിച്ചതെന്ന് നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഒരു പെട്ടെന്നുള്ള ഒരു പ്രകോപനമായിരിക്കില്ലല്ലോ. ഒരു ആയുധവുമായി, മാരകായുധങ്ങളുമായി അവിടെ എത്തി സംഘർഷം സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ ആസൂത്രിതമായിട്ടുള്ളൊരു ആക്രമണമായി തന്നെ ഇതിനെ കാണേണ്ടതല്ലേ? ഇനി ഇപ്പോൾ ആദ്യം പുതുവൈപ്പിൽ ബീച്ചിലുണ്ടായ സംഘർഷം, അതിന്റെ തുടർച്ചയായി തന്നെ അവരെ ആക്രമിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി തന്നെയാണോ മാരകായുധങ്ങളും പിന്നീട് യുവാക്കൾ കയ്യിൽ കരുതിയതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും പോലീസ് പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യണം. ചോദ്യം ചെയ്തതിൽ ഒടുവിൽ മാത്രമേ നമുക്കിതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ കഴിയുകയുള്ളൂ. ലഹരി ഇടപാടുകൾ അല്ലെങ്കിൽ യുവാക്കൾ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ, മദ്യപിച്ചിട്ടുണ്ടോ എന്ന ഒരു കാര്യമൊക്കെ പോലീസ് പരിശോധിച്ച് വരുന്നുണ്ട്. കാരണം ഇത്രയും പ്രകോപനപരമായിട്ടുള്ള ഒരു കാര്യം, രാത്രി ഇത്രയും വലിയ വാഹനമൊക്കെ അടിച്ചു തകർക്കുക, രാത്രി ഇങ്ങനെയൊക്കെ ചെയ്യുന്നുവെങ്കിൽ അതിന് പിന്നിൽ തക്കതായിട്ടുള്ള കാരണമുണ്ടാകും. ഒരു വാക്കുതർക്കം മാത്രമാണോ ഇങ്ങനെ പിന്തുടർന്ന് ആക്രമിക്കാൻ കാരണമായത്? അതിന് പിന്നിൽ ഒരു കാരണം കാണും. ഒരു വാക്കുതർക്കം മാത്രമായിരിക്കില്ല ആസൂത്രിതമായിട്ടുള്ള ഒരു ആക്രമണം ഇതെന്നാണ് പോലീസും സംശയിക്കുന്നത്.